ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. 27-ാം രാവിൽ മഅദിൻ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പാപമോചനം തേടി വിശ്വാസി ലക്ഷങ്ങൾ. 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന റമളാൻ 27-ാം രാവിൽ മഅദിൻ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പാപമോചനം തേടി വിശ്വാസികൾ. പ്രസവിക്കപ്പെട്ട കുഞ്ഞ് പാപമുക്തനായ പോലെ എന്നെയും പാപമുക്തനാക്കണേ എന്ന അകം തൊടുന്ന പ്രാർത്ഥനയിലൂടെ പുതിയൊരു ജീവിതത്തിലേക്കാണ് വിശ്വാസികൾ കടന്നു ചെല്ലുന്നത്. ഉത്തരങ്ങളുടെ ഉത്തമരാത്രിയിൽ ജനലക്ഷങ്ങൾ സാക്ഷിയായ പ്രാർത്ഥനാ നഗരി പാപമോചനത്തിൽ അലിഞ്ഞു ചേർന്നു. നെഞ്ചിൽ കൈവച്ച് മനമുരുകിയുള്ള പ്രാർത്ഥനാ സംഗമം വിശ്വാസി ഹൃദയങ്ങളിൽ ആത്മനിർവൃതി പകരുന്നതായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയ്ക്കെതിരെ ഒത്തുചേർന്ന രാജ്യത്തെ ഏറ്റവും വലിയ സമാധാന സംഗമത്തിനു കൂടിയാണ് സ്വലാത്ത് നഗർ കഴിഞ്ഞ ദിവസം സാക്ഷിയായത്. മാരക വിപത്തായ ലഹരിക്കെതിരെ വിശ്വാസി സമൂഹം ഒന്നിച്ച് കൂട്ടപ്രതിജ്ഞയുമെടുത്തു. പുലർച്ചെ മുതൽ തന്നെ വിശ്വാസികൾ ചെറു സംഘങ്ങളായി സ്വലാത്ത് നഗറിലേക്ക് ഒഴുകിയിരുന്നു. പ്രഭാതം മുതൽ തന്നെ മഅദിൻ ഗ്രാൻഡ് മസ്ജിദിൽ വിവിധ ആത്മീയ സദസ്സുകൾ നടന്നു. ഉച്ചയ്ക്ക് 1 മണി മുതൽ നടന്ന അസ്മാഉൽ ബദ്രിയിൻ മജ്ലിസോടെ പരിപാടികൾക്ക് തുടക്കമായി. ഉച്ചയോടെ മഅദിൻ ഗ്രാൻഡ് മസ്ജിദ് നിറഞ്ഞു കവിഞ്ഞു. തുടർന്ന് ഗ്രാൻഡ് മസ്ജിദിലും ഗ്രൗണ്ടിലുമായി 10,000ങ്ങൾ സംബന്ധിച്ച മെഗാ ഇഫ്താർ നടന്നു. രാത്രി 9ഓടെ ജനലക്ഷങ്ങൾ പ്രാർത്ഥനാ നഗരിയിലേക്ക് ഒഴുകിയെത്തി. സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ സമാപന പരിപാടികൾക്ക് തുടക്കമായി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. സമസ്ത പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മഅദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി പ്രതിജ്ഞയ്ക്കും സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. Phone 0483-274-2246. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.